നമസ്കാരം. പിണറായി വിജയനെതിരെ CPM-ൽ പുതിയ ഒരു പടപ്പുറപ്പാടും അച്ചുതണ്ടും രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി UDF സർക്കാർ അധികാരത്തിൽ വരികയും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരികയും ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ജനകീയനായി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് വി.ഡി. സതീശൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷം വെട്ടിലായിരിക്കുന്നു. കേവലം 35 സീറ്റിൽ മാത്രം ഒതുങ്ങേണ്ടി വന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ സഭയിൽ ഇരിക്കുന്നിടത്തോളം കാലം, MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി തുടരുന്നിടത്തോളം കാലം ഇനി ഈ പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് CPM-ന്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബി അടക്കമുള്ള വിമതപക്ഷ നേതാക്കൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി, CPM-നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി MV ഗോവിന്ദനെയും പിണറായി വിജയനെയും ഈ പാർട്ടിയിൽ നിന്നും ദൂരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു അച്ചുതണ്ട് രൂപം കൊണ്ട്, അതുപോലെ MA ബേബിയുടെ നേതൃത്വത്തിൽ P ജയരാജൻ, EP ജയരാജൻ, MB ജയരാജൻ, PK ശ്രീമതി, പിണറായി പക്ഷത്തുണ്ടായിരുന്ന P രാജീവ്, M സ്വരാജ് എന്നിവരെ കൂടി ഉൾപ്പെടുത്തി, പുത്തിലത്ത് ദിനേശൻ ഉൾപ്പെടെയുള്ള പിണറായി പക്ഷക്കാരെ ഉൾപ്പെടുത്തി MA ബേബി പുതിയ ഒരു അച്ചുതണ്ടിന് രൂപം നൽകിയിരിക്കുന്നു. ഫലത്തിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം വിളിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനും സ്ഥാനമൊഴിഞ്ഞ് മാറി നിൽക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അഥവാ പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനവും MV ഗോവിന്ദന്റെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പദവും തെറിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ഇതിന് പ്ലീനം വിളിച്ചേ തീരൂ. കേന്ദ്ര കമ്മിറ്റി കൂടുമ്പോൾ പ്ലീനം വിളിക്കാതിരിക്കുവാൻ വേണ്ടി MV ഗോവിന്ദനും പിണറായി വിജയനും തങ്ങൾക്കൊപ്പം ശേഷിച്ചിരിക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും കൂട്ടി MA ബേബിയുടെ പടയൊരുക്കത്തിനെതിരെ മറ്റൊരു പടപ്പുറപ്പാട് CPM-ൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും കേന്ദ്ര കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ CPM-നകത്ത് നിന്ന് തന്നെ വരുന്ന വിശ്വാസയോഗ്യമായ വാർത്തകൾ. ഇതിനിടയിൽ ഇടതുപക്ഷത്തിലെ പ്രധാന ഘടകകക്ഷിയായ CPI-യും CPM-നോട് ഇടഞ്ഞു നിൽക്കുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കൊടുക്കാൻ സാധിക്കില്ല. അക്കൗണ്ട്സ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള വിഭാഗത്തിന്റെ ചുമതല CPI-ക്ക് കൊടുക്കാം, എന്നാൽ ഒരു കാരണവശാലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI-ക്ക് കൈമാറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പിണറായി വിജയനും CPM-ഉം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. ഇത് CPI-യെ ചൊടിപ്പിച്ചിരിക്കുന്നു. CPI-യുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വം തന്നെ ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മുൻ മന്ത്രി K രാജനും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. CPI-ക്ക് അവകാശപ്പെട്ടതാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം, അതിൽ കുറഞ്ഞ് മറ്റൊരു കോംപ്രമൈസിന് തങ്ങളില്ല എന്നുള്ള പാഠം തന്നെയാണ് ഇപ്പോൾ CPI-യും മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ സഭയിൽ പിണറായി വിജയന് വി.ഡി. സതീശനും UDF അംഗങ്ങളും എടുത്തുടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിലും അതുപോലെ PM ശ്രീ പദ്ധതി ഒപ്പിട്ടതിലും തുറമുഖത്തിൽ അദാനി ഗ്രൂപ്പിന്റെ 49% MSE കമ്പനിക്ക് കൊടുക്കുന്നതുമായുള്ള എല്ലാ കാര്യങ്ങളിലും പിണറായി വിജയൻ ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങളെ വി.ഡി. സതീശൻ തന്റെ വാക്കുകളാകുന്ന ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഫലത്തിൽ UDF നേതാക്കളും വി.ഡി. സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയിൽ പിണറായി വിജയനെ വാരി കീറി വലിച്ച് എറിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. തികച്ചും നിഷ്പ്രഭനായിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് കാണാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് CPM-ന്റെ തലമുതിർന്ന നേതാവായ KN ബാലഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം പിണറായി വിജയനോട് ക്രുദ്ധനായി പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചുകൂടെ, എന്തെങ്കിലും ഒരു വാക്കൊന്ന് മിണ്ടിക്കൂടെ, എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്ന് ക്രുദ്ധനായി ബാലഗോപാൽ ഇതുവരെയും സഭയിൽ കാണാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനോട് കയർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായും CPM-നകത്ത് മറ്റൊരു അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ ഒരു സൂചന തന്നെയായിരുന്നു അത്. ബാലഗോപാൽ സഭയിൽ പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ പാർട്ടിയിലും മുന്നണിയിലുമെല്ലാം പിണറായി വിജയൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും പിണറായി വിജയനെ പേറിക്കൊണ്ട് MV ഗോവിന്ദനെ പേറിക്കൊണ്ട് ഒരു കാരണവശാലും CPM-ന് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബിയും മറ്റു നേതാക്കളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. കണ്ണൂരിലെ
പിണറായി വിരുദ്ധ ചേരിയിൽപ്പെട്ട ഇ.പി. ജയരാജൻ, പി. ജയരാജൻ, എം.വി. ജയരാജൻ, പി.കെ. ശ്രീമതി, കെ. ശൈലജ എന്നിങ്ങനെയുള്ള നേതാക്കളെയും കടുത്ത പിണറായി പക്ഷക്കാരായിരുന്ന എം. സ്വരാജ്, പി. രാജീവ്, പുത്തിലത്ത് ദിനേശൻ എന്നിങ്ങനെയുള്ള നേതാക്കളെയും അടർത്തി മാറ്റിക്കൊണ്ട് എം.എ. ബേബി പുതിയൊരു അച്ചുതണ്ടിന് രൂപം നൽകിയിരിക്കുന്നു. പിണറായി വിജയന്റെ ഏകാധിപത്യവും ധാർഷ്ട്യവും കലർന്ന പെരുമാറ്റം തന്നെയാണ് ജനങ്ങളിൽ നിന്നും ഈ പാർട്ടിയെ അകറ്റിക്കൊണ്ടുപോയത്. തുടർച്ചയായി 2 വട്ടം കേരളം ഭരിച്ചിട്ടും വീണ്ടും 3-ാം വട്ടം ഭരണത്തിൽ എത്താൻ സാധിക്കാതെ പോയത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവൃത്തിയും ജനങ്ങളിൽ നിന്നുള്ള അകന്നുപോക്കും തന്നെയായിരുന്നു. ധൂർത്തിന്റെ പര്യായമായി പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രി മാറിയതും ജനങ്ങളെ ചൊടിപ്പിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ വിമതപക്ഷക്കാർ ഉയർത്തുന്ന വാദങ്ങൾ. എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ പിണറായി വിജയനെതിരെ വലിയൊരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നു എന്ന് തിരഞ്ഞെടുപ്പ് പരാജയ അവലോകന യോഗം ചേർന്നപ്പോൾ ബ്രാഞ്ച് തലം മുതൽ ബൂത്ത് തലം മുതൽ ഏരിയ കമ്മിറ്റി, സംസ്ഥാന സമിതി ഉൾപ്പെടെയുള്ള കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത്. എം വി ഗോവിന്ദനും പിണറായി വിജയനും തന്നെയാണ് CPM-ന്റെ പതനത്തിന് കാരണക്കാര്. ഈ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നട്ടലൊടിക്കുന്ന വിധത്തിലുള്ള തോൽവിക്ക് കാരണം എം വി ഗോവിന്ദനും പിണറായി വിജയനും മാത്രമാണ് എന്ന തരത്തിൽ തന്നെയാണ് ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന സമിതി വരെയുള്ള യോഗങ്ങളിൽ CPM-ന്റെ തെരഞ്ഞെടുപ്പ് പരാജയ അവലോകന യോഗങ്ങളിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ. എന്തായാലും ഇത്തരം ആരോപണങ്ങൾ സംസ്ഥാന സമിതി പരിശോധിച്ചപ്പോൾ നേതാക്കൾക്ക് ഒറ്റതിരിഞ്ഞുള്ള ഉത്തരവാദിത്തമല്ല, നേതൃത്വത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമായിരുന്നു തോൽവിയുടെ കാരണം. അതുകൊണ്ട് ഏതെങ്കിലും നേതാക്കളെ കോർണർ ചെയ്യേണ്ടതില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വെട്ടിത്തിരുത്തിയാണ് കീഴ്ഘടകങ്ങളിലേക്ക് പിണറായിയും എം വി ഗോവിന്ദനും അയച്ചത്. ഇതിലും പാർട്ടി അണികളും പ്രവർത്തകരും അതൃപ്തർ തന്നെയാണ്. എന്തായാലും എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും ഇനി പാർട്ടിക്കുള്ളിൽ വച്ചുകൊണ്ട് ഒരു കാരണവശാലും പാർട്ടിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും ഈ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യണം എന്നുള്ളതാണ് ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നത്. KN ബാലഗോപാലനെ പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ഒരു സമവായ ചർച്ചയിലായിരിക്കും ഒരുപക്ഷെ ഇനി ഇടതുപക്ഷം നീങ്ങുക എന്നുള്ളതാണ്. എന്നാൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ഇടതുപക്ഷത്തിന്റെ കൺവീനറായ TP രാമകൃഷ്ണനെ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന അന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയതാണ് TP രാമകൃഷ്ണൻ. അസുഖ കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റെവിടെയെങ്കിലും TP രാമകൃഷ്ണനെ, അതായത് LDF കൺവീനറിനെ കണ്ടതായി ആരും അവകാശപ്പെടുന്നില്ല, പറയുന്നില്ല. എന്തായാലും ഇത്രയും നാണം കെട്ട ഒരു തോൽവിയിൽ നിന്നും കരകയറി പാർട്ടിയെ ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, ജനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും വിവരക്കേടിന്റെയും നേതാക്കൾ ഈ പാർട്ടിയുടെ തലപ്പത്ത് നിന്ന് മാറി നിൽക്കണം എന്ന ധാരണയിൽ തന്നെ എം.എ. ബേബി അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതിനുവേണ്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ CPM-നെതിരെ ഒരു പടയൊരുക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ തുടങ്ങിപ്പോലും പാർട്ടിയിൽ ഉണ്ടായ എതിർപ്പുകൾ വകവയ്ക്കാനോ അത് കണ്ടറിയാനോ പിണറായി വിജയനും എം വി ഗോവിന്ദനും സാധിച്ചില്ല എന്നുള്ളത് ഈ പാർട്ടിയുടെ അപജയത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണമാണ്. അതുപോലെ തന്നെ വിമത ശബ്ദം ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നതും 2024 തെരഞ്ഞെടുപ്പ് കാലത്താണ്. CPM-നകത്ത് നിന്ന് പിണങ്ങിപ്പിരിഞ്ഞ് വിമതർ CPM-നെതിരെ മത്സരിച്ച് ജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനിയും പാർട്ടിയിൽ ശേഷിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഇതേ തരത്തിൽ തന്നെ പിണറായി വിജയനും എം വി ഗോവിന്ദനും പാർട്ടിയെ നയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ BJP-യിലേക്കോ NDA-യിലേക്കോ ചേക്കേറും എന്ന് CPM-ന്റെ കേന്ദ്ര നേതൃത്വം ഭയപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായി വിജയന്റെ സ്ഥാനം തെറിക്കും. ഒരു വേള അതുവരെയും തുടരില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CPM-ൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും ചേർന്നൊരുക്കിയ അച്യുതണ്ടിനെതിരെ വലിയൊരു പടയൊരുക്കം നടക്കുന്നു. എം.എ. ബേബി, E.P. ജയരാജൻ, P. ജയരാജൻ, എം വി ഗോവിന്ദൻ, P. ജയരാജനും എം വി ഗോവിന്ദനും പിണറായിക്കുമെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നു. എം.എ. ബേബിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പിണറായി വിരുദ്ധ ചേരിയും അതിൽ P.K. ശ്രീമതിയും K. ശൈലജയും എല്ലാം ഉൾപ്പെടുന്നു. പിണറായി പക്ഷത്തെ P. രാജീവും M. സ്വരാജും കൂടി ഇവരുടെ ഇടയിലേക്ക് വരുമ്പോൾ പുത്തിലത്ത് ദിനേശൻ കൂടി, അതായത് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തിലത്ത് ദിനേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ എം.എ. ബേബിയുടെ ചേരിയിൽ നിലകൊള്ളുമ്പോൾ പിണറായിക്കും എം വി ഗോവിന്ദന് ഇനി മാറി നിൽക്കാതെ രക്ഷയില്ല എന്ന് തന്നെ രാഷ്ട്രീയ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും പിണറായി വിജയൻ തെറിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക.